2 വർഷത്തിനു ശേഷം സമഗ്ര ശിക്ഷ കേരളത്തിനും സംസ്ഥാന സർക്കാരിനും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും അർഹമായ വിഹിതമായ ആദ്യ ഗഡു കേന്ദ്ര ഫണ്ട് ലഭിച്ചിരിക്കുകയാണ്. അനുമതി നൽകിയ 109 കോടിയിൽ 92.41 കോടി രൂപയാണ് ഇന്നലെ അനുവദിച്ചത്. ഇത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം കുഞ്ഞുങ്ങൾക്ക് അർഹതപ്പെട്ട റിക്കറിംഗ് ഫണ്ടാണ്. നിർമ്മാണ ആവശ്യങ്ങൾക്കായുള്ള നോൺ റിക്കറിംഗ് ഫണ്ട് 17 കോടി രൂപ ഇനിയും ലഭിക്കാനുണ്ട്. അത് ഈ ആഴ്ച തന്നെ ലഭിച്ചേക്കും. ആകെ കുടിശ്ശിക 2023-24 മുതലുള്ള 1148 കോടി രൂപ കേന്ദ്രം കേരളത്തിന് നൽകാനുണ്ട്. 23-24 198.58, 24-25 513.14, 25-26 496.1 കോടി രൂപ എന്നിങ്ങനെയാണ് കുടിശ്ശിക. ഈ കുടിശ്ശിക നമുക്ക് SSKക്ക് കിട്ടേണ്ട കുടിശ്ശിക അടക്കമുള്ള കാശ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. 10-ാം തീയതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ ഞാൻ നേരിൽ കാണുന്നുണ്ട്. ഈ കാശ് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നതിന് വേണ്ടി. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ബീഹാറിലാണ് എങ്കിൽ തന്നെ 10-ാം തീയതി ഡൽഹിയിൽ എത്തിച്ചേരാമെന്ന് ജോൺ ബ്രിട്ടാസിനോട് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ 9-ാം തീയതി ഡൽഹിക്ക് അദ്ദേഹം കാണുന്നതിന് വേണ്ടി പോവുകയാണ്. ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ ഒരു കേസ് കോടതിയിലുണ്ടായിരുന്നു. സുപ്രീം കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ ഈ ഫണ്ട് ഉപയോഗിച്ചാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സുമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിനുള്ള സമഗ്ര ശിക്ഷാ ഫണ്ട് ഉടൻ അനുവദിക്കണമെന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഉറപ്പ് കേന്ദ്ര സർക്കാർ ഉടൻ പാലിക്കുമെന്നാണ് കരുതുന്നത്. 1 മുതൽ 5 വരെ 10 കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, 5 മുതൽ ഉള്ള എല്ലാ ക്ലാസുകളിലും 15 കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്നതാണ് റീഹാബിലിറ്റേഷൻ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ശുപാർശ. കേരളത്തിൽ ഒരു സ്കൂളിൽ ഇത്രയും എണ്ണം കുട്ടികളില്ല എന്നതിനാൽ ഒരു കൂട്ടം സ്കൂളുകളെ ഒരു യൂണിറ്റായി പരിഗണിച്ചാണ് ഇക്കാര്യം നടപ്പാക്കുക എന്നതാണ് ശുപാർശ. അങ്ങനെയാണെങ്കിൽ 4000-ൽ പരം ടീച്ചർമാരുടെ സേവനമാണ് വേണ്ടിവരിക. പൊതുവിദ്യാലയങ്ങളിലെ 45 ലക്ഷം കുട്ടികളെ നേരിട്ട് ബാധിക്കുന്ന വിഷയം കേരളത്തിൽ എത്ര കണ്ട് പ്രതിഫലിക്കാത്തത് കേന്ദ്ര വിഹിതത്തിന്റെ ഭാരം പോലും സംസ്ഥാനം പേറുന്നതുകൊണ്ടാണ്. അർഹമായ കേന്ദ്ര ഫണ്ട് നേടിയെടുക്കുവാൻ കേരളം ഏതറ്റം വരെയും പോകുമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാൻ ഉള്ളത്. പിന്നെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗ തീരുമാന പ്രകാരമുള്ള ഉത്തരവ് ഇറക്കിക്കഴിഞ്ഞു. ഉത്തരവ് നിങ്ങൾ കണ്ടു കാണും. സബ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കി കഴിഞ്ഞു. ദീപിന്റെ കൊടുത്തു നിർത്താൻ പറഞ്ഞു. SSK ഫണ്ട് കിട്ടി. അപ്പോൾ ഇത് ഏതെങ്കിലും PM ശ്രീയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമോ? കാരണം അതിന്റെ നമ്മളത് മരവിപ്പിക്കാനൊക്കെ തീരുമാനിച്ചല്ലോ. അല്ലാതെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ഇത് റിലീസാക്കൂലല്ലോ. ഞാനതിന് നേട്ടവും കോട്ടവും ആര് ജയിച്ചു ആര് തോറ്റു എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നില്ല. നമുക്ക് കാര്യം നടന്നു കിട്ടണം. നമ്മുടെ നിലപാട് നമ്മൾ ഉറച്ചു നിൽക്കണം. ഇത് രണ്ടേ നമ്മളെ മുന്നിലുണ്ട്. വൈകിപ്പിച്ചല്ല, അതിനൊരു സമയമെടുക്കുമല്ലോ. നമ്മളൊരു നയപരമായ ഒരു കാര്യം ഗവൺമെന്റ് തീരുമാനിച്ചിട്ട് അതിനൊരു കത്ത് കൊടുക്കുമ്പോൾ അതിന്റെ നിയമവശം പിന്നെ അറിഞ്ഞിരിക്കണം. അതെല്ലാം എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. കുറെ ഗവൺമെന്റ് ലെവലിലാകുമ്പോൾ കുറെ നടപടിക്രമങ്ങളുണ്ടല്ലോ. നമുക്കതെല്ലാം നമ്മൾ സാറിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കത്ത് എഴുതുന്ന പോലെ ഒരു കത്തം എഴുതാൻ വേണ്ടി പറ്റില്ലല്ലോ. അതിന് കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പിന്നെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അഡ്വക്കേറ്റ് ജനറൽ പിന്നെ കത്ത് കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. താമസിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ അടുത്ത ക്യാബിനറ്റിന് മുമ്പേ തന്നെ ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചതായിട്ടുള്ള ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ആ ക്യാബിനറ്റ് സബ് കമ്മിറ്റി കൂടി കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ആലോചിച്ചിട്ടാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്.
അല്ല, ഇന്നലെ എല്ലാം ഉത്തരവ് ഇറങ്ങിയുള്ളൂ. ഇന്നത്തെ ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് എല്ലാവരോടും ഒന്ന് ആലോചിച്ചിട്ട് നമുക്കത് കൂടാവുന്നതാണ്. അത് മന്ത്രിസഭാ ഉപസമിതി ചേർന്ന് തീരുമാനമെടുത്തതിന് ശേഷം അയാൾക്ക് കത്തയക്കാം. അല്ല, പിന്നെ കത്തയക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. മന്ത്രിസഭ ഉപസമിതിയുടെ ആവശ്യമില്ലല്ലോ. ക്യാബിനറ്റ് തന്നെ തീരുമാനിച്ചാണല്ലോ. ക്യാപ്റ്റൻ അബേൻസിൽ എന്നുള്ള നിലയിൽ കത്തയക്കണമെന്നുള്ള നിലയിൽ ക്യാബിനറ്റ് തന്നെ തീരുമാനിച്ചതാണല്ലോ. PMC നിയമോപദേശം ഉടനെ തന്നെ കിട്ടും. ഉപസമിതിയായിട്ട് ബന്ധമില്ല. ഉപസമിതി കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൽ നമ്മുടെ നയത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഉപസമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. PMC പദ്ധതി സംസ്ഥാനം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പദ്ധതി റിവ്യൂ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയർമാനും ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി, നിയമവകുപ്പ് മന്ത്രി, ജലവിഭവ വകുപ്പ് മന്ത്രി, വൈദ്യുത വകുപ്പ് മന്ത്രി, വനം വകുപ്പ് മന്ത്രി എന്നിവർ അംഗങ്ങളായ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവാകുന്നു. ഉടനെ കിട്ടും. അതിലൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ 320 കോടിയാണല്ലോ ആദ്യ ഗഡുവായിട്ട് ടോട്ടൽ പ്രതീക്ഷിച്ചിരുന്നത്. അത് പിന്നെ പല കുടിശ്ശിക ആയതുകൊണ്ട് അവരുടെയും 1, 2, 3 തവണകളായി റിലീസാക്കുക എന്നുള്ള നിലയിലുള്ള ഒരു ആലോചനയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യം ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു കാര്യം ചോദിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് ഈ ചട്ടീകലാവുമ്പോ തട്ടിമുട്ടിയൊക്കെ ഉണ്ടാവുന്നു. അത്രയൊക്കെ ഉള്ളൂ. അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? CPIക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഇങ്ങനെ കത്ത് വൈകുന്നതുകൊണ്ടെങ്കിൽ കത്ത് കേന്ദ്രത്തിന് കത്തയക്കാൻ വൈകുന്നത് കൊണ്ടെങ്കിൽ CPIക്ക് വിഷമമല്ലോ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് മിനിസ്റ്റർ തന്നെ അത് പരിഹരിക്കാൻ ഇടപെടുമോ? ഇല്ല, അങ്ങനെ വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. ഞാനും രാജനുമായിട്ടൊക്കെ ഇന്നലെ സംസാരിച്ചു. അങ്ങനെ വിഷമം ഉണ്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. വിഷമം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. ഇതൊരു ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രശ്നമല്ലല്ലോ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രശ്നമല്ലല്ലോ. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആകെ പ്രശ്നമാണല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും. ചില പത്രമാധ്യമങ്ങൾക്ക് വിഷമമുണ്ട്. ചില പത്രങ്ങൾക്കാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. കാരണം ഈ പ്രശ്നം തീർന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു അങ്ങനെ ഏങ്ങി കരയുക. ഈ മാധ്യമങ്ങളാണ് അല്ല, ചില മാധ്യമങ്ങൾ നിങ്ങൾ എടുത്തു നോക്കും, അവരുടെ കരച്ചിൽ കണ്ണീരങ്ങനെ ഒഴുകുകയാണ്. ഒരു പ്രശ്നമില്ല. പ്രശ്നം ഉണ്ടാക്കാനൊക്കെ പുറത്തുനിന്നുള്ള ചില ആൾക്കാരൊക്കെ ശ്രമിച്ചു. പക്ഷെ അങ്ങനെയൊന്നും പ്രശ്നത്തിൽ കുടുങ്ങുന്ന മുന്നണിയല്ലല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കോൺഗ്രസിലാണെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞാൽ അതാണ് തീരുമാനം. ഞങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുമ്പോൾ ഒരു കമ്മിറ്റിയുണ്ട്, അതിന്റെ സംവിധാനങ്ങളുണ്ട്. ഏതെങ്കിലും വ്യക്തിയല്ല നയിക്കുന്നത്, മുന്നണിയാണ് നയിക്കുന്നത്. സ്വാഭാവിക അഭിപ്രായങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങളും കൂടെ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുക. ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ആ സംശയം തീർക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ഇന്നുള്ള രീതി അനുസരിച്ചാണെങ്കിൽ കൂട്ടായ ചർച്ചയും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കലുമാണ്. അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഞങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് പരാതിയൊന്നുമില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് CPI അല്ലേ? അല്ല, പിന്നെ എനിക്ക് ഈ അങ്ങനെ നമുക്ക് ഒരു അളവ് പോലില്ലല്ലോ. അങ്ങനെ ഒരു ചർച്ചയൊന്നും നടന്നിട്ടില്ലല്ലോ. അവർക്ക് അങ്ങനെ ഒരു വിഷവും. ഞങ്ങളിൽ എല്ലാ കാര്യങ്ങളും കൂട്ടായി നടത്താൻ വേണ്ടി പോവുകയില്ലേ. ഞങ്ങൾ കൂട്ടായ കാര്യങ്ങൾ ചെയ്യാൻ നടത്തുന്നതിന് വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. LDFന്റെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ ദിവസം കൂടിയിരുന്നു. ഒരു പ്രശ്നമില്ലാതെ സംസ്ഥാന കമ്മിറ്റി അവസാനിച്ചു. അപ്പൊ അതെല്ലാം CPIയുടെ ആൾക്കാർക്കല്ല വിഷമം, ചില മാധ്യമങ്ങൾക്കാണ് വിഷമം. അതാ ഞാൻ വീണ്ടും ആവർത്തിച്ച് തന്നെ പറയാം. SSKയുടെ ഫണ്ടാണ്. SSKയുടെ ഫണ്ടിൽ നിന്നാണ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ കേസ് എന്ന് പറഞ്ഞാൽ അവർ സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസ്. ഇത്രയും പേരെ നമുക്ക് സ്ഥിരപ്പെടുത്താൻ
പെടുത്തിയാൽ ഉണ്ടാവുന്ന ഒരു വലിയ വൻ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നവും വരും. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭിന്നശേഷി കുട്ടികളെ അങ്ങേറ്റം ലാളിച്ചും അവരെ പഠിപ്പിച്ചും അവരെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഈ 25,000 രൂപയ്ക്ക് താഴെയാണ് അവർക്ക് ശമ്പളം കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. മറ്റൊരു കാര്യം, നമ്മുടെ ചലച്ചിത്ര അവാർഡിൽ നമ്മുടെ കുട്ടികൾക്കും ഒരു അവാർഡ് കിട്ടിയില്ല എന്നൊരു പരാതി ചില കുട്ടികളും സംവിധായകരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും പ്രതികരണമുണ്ടോ? ഒരു ജൂറി കമ്മിറ്റി എടുത്ത കാര്യം ഗവൺമെന്റ് അംഗീകരിക്കുക, ആ ക്യാബിനറ്റും അതിലെ മന്ത്രി എന്നുള്ളതിൽ ഞാനും അത് അംഗീകരിക്കുക എന്നല്ലാതെ ഞാൻ അതിനെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി പഠിച്ച് കാര്യങ്ങൾ പറയാനൊന്നും ഞാനാളല്ല. അതിന്റെ പേരിൽ പിന്നെ പഠിച്ച് പറയാൻ ആളല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇനി വിദ്യാഭ്യാസ മന്ത്രിയായി തുടരാൻ യോഗ്യതയില്ലെന്ന് പറയുമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. അതിന് ഇനി പ്രത്യേക യോഗ്യതയൊന്നും വേണ്ട. അപ്പൊ എല്ലാ പിന്തുണയ്ക്കും നന്ദി. ഉപസമിതി രൂപീകരിച്ചതുപോലെ തന്നെ ഉപസമിതിയുടെ മീറ്റിംഗിന്റെ കാര്യം അത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ഒന്ന് അറിയിച്ചോളൂ. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല. എല്ലാ കാര്യവും നിങ്ങൾ അറിയിച്ചിട്ടുണ്ട് അല്ലേ? യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ നിങ്ങൾ കാണേണ്ട കാര്യമില്ല. ഇന്നലെ മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങളാണെല്ലാം. ഇന്നലെ രാത്രി ഞാൻ പ്രതികരിച്ചേയില്ല. കാര്യത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിന് മാത്രം പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന് ഉദ്ദേശിച്ചാണ്. അപ്പം നിങ്ങൾ എല്ലാവരും കൂടെ എന്റെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു സങ്കടം തോന്നി. നിങ്ങൾ കയറ്റിന് മുമ്പ് അങ്ങനെ നിൽക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അന്ന് നിശ്ചയമായ ഒരു ഐശ്വര്യ ദിവസമായിരിക്കും. അതിനൊരു തർക്കമില്ല. ശരി.